നിങ്ങൾ കാത്തിരുന്ന സമയം ഇതാ വന്നിരിക്കുന്നു. രാഹുൽ ഗാന്ധിജി ഇപ്പോൾ പത്രസമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. ഇന്ന് ഗുരു നാനാക്ക് ജിയെ ഓർമ്മിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. സത്യത്തിൻ്റെ പ്രവാചകൻ, ഇന്ത്യക്ക് സത്യത്തിൻ്റെ പാത കാണിച്ചു തന്ന വ്യക്തി. അദ്ദേഹം എപ്പോഴും എനിക്ക് ഈ രാജ്യത്തെ നിരവധി ആളുകൾക്ക്, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഒരു പ്രചോദനമായിരുന്നു. ഞാനിവിടെ ഇന്ന് പറയാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും 100% സത്യമാണ്. ഒരു നുണ പോലും ഇന്ന് ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല. 100% സത്യസന്ധമായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് കാണാനാകുന്നത് പോലെ ഞങ്ങളുടെ പക്കൽ എച്ച് ഫയലുകളുണ്ട്. ഇതൊരു സംസ്ഥാനം മുഴുവൻ എങ്ങനെയാണ് മോഷ്ടിക്കപ്പെട്ടത് എന്നതിനെക്കുറിച്ചാണ്. ഞങ്ങൾ മഹാദേവപുരയും തുടർന്ന് ആനന്ദും പരിശോധിച്ചപ്പോൾ ഇത് വ്യക്തിഗത മണ്ഡലങ്ങളിൽ മാത്രം സംഭവിക്കുന്നില്ല, ഇത് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും സംഭവിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ സംശയിച്ചിരുന്നു. ഞങ്ങൾക്ക് ഹരിയാനയിൽ നിന്ന് ഞങ്ങളുടെ സ്ഥാനാർത്ഥികളിൽ നിന്ന് ധാരാളം പരാതികൾ ലഭിച്ചു. എന്തോ കുഴപ്പമുണ്ടെന്നും എന്തോ പ്രവർത്തിക്കുന്നില്ലെന്നും അവരുടെ പ്രവചനങ്ങളെല്ലാം തകിടം മറിഞ്ഞെന്നും അതിൽ നിന്ന് മനസ്സിലായി. മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും മഹാരാഷ്ട്രയിലും ഞങ്ങൾ ഇത് അനുഭവിച്ചതാണ്. പക്ഷേ ഞങ്ങൾ ഹരിയാനയിലേക്ക് സൂം ചെയ്ത് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വിശദമായി പരിശോധിക്കുവാൻ തീരുമാനിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ എല്ലാ പോളുകളും കോൺഗ്രസിൻ്റെ വിജയമാണ് ചൂണ്ടിക്കാണിച്ചത്. ഇതാ തെരഞ്ഞെടുപ്പിന് ശേഷം ഞങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്ന 5 പ്രധാന എക്സിറ്റ് പോളുകൾ. കോൺഗ്രസ് തൂത്തുവാരുമെന്നാണ് അവർ പറയുന്നത്. 58-62 സീറ്റുകൾ വരെയാണ് ചിലർ നൽകുന്നത്. ചിലർ BJPക്ക് 20 സീറ്റും മറ്റു ചിലർ 28 സീറ്റും വരെ നൽകുന്നു. എന്നാൽ ഇത് വലിയ വിജയമായിരുന്നു എന്ന് വളരെ വ്യക്തമാണ്. ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഹരിയാനയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി പോസ്റ്റൽ വോട്ടുകളും യഥാർത്ഥ വോട്ടിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ടായി എന്നതാണ്. അതായത് പോസ്റ്റൽ വോട്ടും യഥാർത്ഥ വോട്ടും വേറെ വേറെ. സാധാരണയായി പോസ്റ്റൽ വോട്ടുകളും യഥാർത്ഥ വോട്ടിങ്ങും ദിശാസൂചനയിൽ സമാനമായിരിക്കും. ഇവിടെ പോസ്റ്റൽ ബാലറ്റുകളിൽ കോൺഗ്രസിന് 73 സീറ്റുകളും BJPക്ക് 17 സീറ്റുകളും ലഭിച്ചപ്പോൾ കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. ഇത് ഹരിയാനയിൽ മുമ്പ് ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ്. കോൺഗ്രസിന് 73, BJPക്ക് 17 പോസ്റ്റൽ ബാലറ്റുകളിൽ ഉണ്ടായ റിസൾട്ടാണ് പറയുന്നത്. എന്നിട്ടും തോൽവി അറിയേണ്ടി വന്നു. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? അതുകൊണ്ട് ഞങ്ങൾ വിശദാംശങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഞാനിത് ആദ്യമായി കണ്ടപ്പോൾ ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കിത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയിരുന്നു. ഞാൻ കണ്ടത് എനിക്ക് തന്നെ ഒട്ടും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ടീമിനോട് പറഞ്ഞു, ശ്രദ്ധിക്കൂ, ഇത് ക്രോസ് ചെക്ക് ചെയ്യണം. ഒരൊറ്റ ഉറവിടത്തിൽ നിന്നല്ല, ഇത് വീണ്ടും വീണ്ടും പല തവണ ക്രോസ് ചെക്ക് ചെയ്യണം. നിങ്ങൾ ഇന്ന് കാണുന്നത് ആ പ്രക്രിയയുടെ ഫലമാണ്. ഞങ്ങൾ പറയുന്നത് ഡാറ്റ ഉപയോഗിച്ച് 100% നിങ്ങൾക്ക് തെളിയിച്ചു തരും. ഞാൻ ഇന്ത്യയിലെ യുവജനങ്ങളോട് ഇത് വ്യക്തമായി മനസ്സിലാക്കാൻ ആവശ്യപ്പെടുന്നു. കാരണം ഇത് നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ്. എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നിങ്ങളിൽ നിന്ന് എടുക്കുകയാണ്, നിങ്ങളിൽ നിന്ന് മോഷ്ടിക്കുകയാണ്, നിങ്ങളുടെ ഭാവി നശിപ്പിക്കുകയാണ്. അതിനാൽ നിങ്ങളിത് ശ്രദ്ധിക്കുകയും കാണുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതുപോലെ ഈ വേദിയിൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ വളരെ ഗൗരവമായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ചോദ്യം ചെയ്യുകയാണ്. ഞാൻ ഇന്ത്യയിലെ ജനാധിപത്യ പ്രക്രിയയെ ചോദ്യം ചെയ്യുകയാണ്. അതുകൊണ്ട് ഞാൻ 100% തെളിവുകളോടെയാണ് ഇത് ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ ഉജ്ജ്വലമായ വിജയം ഒരു തോൽവിയിലേക്ക് മാറ്റാനുള്ള ഒരു പദ്ധതി നടപ്പിലാക്കിയെന്ന് ഞങ്ങൾക്കുറപ്പുണ്ട്. ഇതൊന്ന് കേട്ടു നോക്കൂ. ഹരിയാനയിലെ മുഖ്യമന്ത്രിയുടെ തിരഞ്ഞെടുപ്പിന് മുൻപുള്ള വാക്കുകളാണിത്.
ശ്രദ്ധിക്കൂ. ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്, ഭാരതീയ ജനതാ പാർട്ടി ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കും. ഞങ്ങൾക്ക് എല്ലാ വ്യവസ്ഥകളുമുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തെ പുഞ്ചിരിയും വ്യവസ്ഥ എന്ന വാക്കും ശ്രദ്ധിക്കുക. ഹരിയാന മുഖ്യമന്ത്രി സംസാരിക്കുന്ന വ്യവസ്ഥ എന്താണ്? കോൺഗ്രസ് പാർട്ടി തൂത്തുവാരുമെന്ന് എല്ലാവരും പറയുന്ന എല്ലാ സൂചനകളും കോൺഗ്രസ് ജയിക്കുമെന്ന് പറയുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 2ാം ദിവസമാണിത് പറഞ്ഞത്. എല്ലാ പോളുകളും എക്സിറ്റ് പോളുകളും അത് പറയുന്നുണ്ട് എങ്കിൽ പോലും ഈ മാന്യൻ വളരെ ഉറപ്പിലാണ് സംസാരിക്കുന്നത്. BJPക്ക് എന്തോ വ്യവസ്ഥയുണ്ടത്രേ, അത് സ്വയം കാണിക്കുമെന്ന്. അതൊന്നുകൂടി പ്ലേ ചെയ്യും. മുഖ്യമന്ത്രി സംസാരിക്കുന്നു. ഞാൻ തുടക്കം മുതൽ പറഞ്ഞിട്ടുണ്ട്, ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒറ്റയ്ക്ക് സർക്കാർ രൂപീകരിക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് എല്ലാ വ്യവസ്ഥകളുമുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. കേട്ടില്ലേ? ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും ഫലം കോൺഗ്രസ് ഹരിയാന തിരഞ്ഞെടുപ്പിൽ 22,000 വോട്ടുകൾക്ക് തോറ്റു എന്നതാണ്. എത്ര അടുത്തായിരുന്നു ഇത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണിത്. ഇവിടെ 8 സീറ്റുകളുണ്ട്. ഈ സീറ്റുകളിലെ വോട്ടുകൾ കൂടിയാൽ ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം 22,000 വോട്ടുകളായിരുന്നു. സംസ്ഥാനത്തുടനീളം കോൺഗ്രസ് പാർട്ടിയും BJPയും തമ്മിലുള്ള മൊത്തം വോട്ട് വ്യത്യാസം 1.18 ലക്ഷം വോട്ടുകളാണ്. ഇനി തെളിവിലേക്ക് പോകാം. ആരാണ് ഈ സ്ത്രീ? എത്ര വയസ്സുണ്ട്? ഒന്ന് നോക്കൂ. ആരാണ് ഈ സ്ത്രീ? ഇവർക്ക് എത്ര വയസ്സുണ്ട്? ഏത് സംസ്ഥാനത്ത് നിന്നാണ് ഇവർ വരുന്നത്? ഇവരുടെ പേരെന്താണ്? ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? എവിടെ നിന്നാണ് ഇവർ? ഊഹിക്കൂ. എല്ലാവരും ഊഹിച്ചു പറയൂ. എവിടെ നിന്നുള്ള ആളാണെന്നാണ് തോന്നുന്നത്? ആരെങ്കിലും? ഗോവ, മഹാരാഷ്ട്ര, നോർത്ത്, അല്ലെങ്കിൽ ഇവർ ഹരിയാനയിൽ നിന്നാണോ? തീർച്ചയായുമല്ല. അതുകൊണ്ട് ഇവർ ഹരിയാനയിൽ നിന്നല്ല. പക്ഷേ ഇവർ ഹരിയാനയിൽ 22 തവണ വോട്ട് ചെയ്തിട്ടുണ്ട്. 10 വ്യത്യസ്ത ബൂത്തുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഒന്നിലധികം പേരുകളുണ്ട്. സീമ, സ്വീറ്റി, സരസ്വതി, രശ്മി, വിമല, ഇങ്ങനെ ഒന്നിലധികം പേരുകളുള്ള ഒരാളാണിവർ. ഞാൻ എന്തുകൊണ്ടാണ് ഈ സ്ലൈഡ് കൊണ്ട് തുടങ്ങുന്നതെന്നാൽ ഇത് 10 ബൂത്തുകളിൽ സംഭവിക്കുന്നതാണ്. അതിനർത്ഥം ഇതൊരു കേന്ദ്രീകൃത ഓപ്പറേഷനാണ്. ബൂത്ത് തലത്തിലല്ല, കേന്ദ്രീകൃത തലത്തിലാണ് ആരോ ഈ സ്ത്രീയെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ആനന്ദിലെയും മഹാദേവപുരിയിലെയും പോലെ. അവസാനമായി ഊഹിക്കാൻ ആർക്കെങ്കിലും കഴിയുമെങ്കിൽ ഞാനൊരു സമ്മാനം തരാം. ആരെങ്കിലും ഇവർ ആരാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഊഹിക്കാൻ സാധിക്കുമോ? ഇവർ എവിടെ നിന്നാണ് വരുന്നതെന്നെങ്കിലും ഊഹിക്കാൻ സാധിക്കുമോ? എന്നാൽ കേട്ടോളൂ, ഇവർ ബ്രസീലിൽ നിന്നുള്ളവരാണ്. ഇവരൊരു ബ്രസീലിയൻ മോഡലാണ്. ഇതൊരു സ്റ്റോക്ക് ഫോട്ടോഗ്രാഫാണ്. ഹരിയാനയിൽ ഇത്തരത്തിലുള്ള 25 ലക്ഷം രേഖകളിൽ ഒരാളാണ് ഇവർ. ഓർക്കുക, 25 ലക്ഷം രേഖകളിൽ ഒരാൾ. ഇതൊരു കേന്ദ്രീകൃത ഓപ്പറേഷൻ്റെ തെളിവാണ്. നിങ്ങളിത് സ്കാൻ ചെയ്താൽ ഇത് അവരുടെ ഔദ്യോഗിക പേജിലേക്ക് പോവുകയും അത് തുറക്കുകയും ചെയ്യും. ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ ഒരു ബ്രസീലിയൻ സ്ത്രീക്ക് എന്ത് കാര്യമാണുള്ളത്? അവരെന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നില്ലേ? എന്താണിത്? ഇതിനൊരു യുക്തിയുണ്ട്, ഒരു കാരണമുണ്ട്. ഹരിയാനയിൽ 25 ലക്ഷത്തിൻ്റെ വോട്ട് മോഷണം പോയിരിക്കുന്നു. ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 5,21,000. അസാധുവായ വിലാസങ്ങൾ 93,000. ബൾക്ക് വോട്ടർമാർ 19 ലക്ഷം. ഫോം 6, ഫോം 7 എന്നിവയുടെ ദുരുപയോഗം ഞങ്ങൾ ഒഴിച്ചിട്ടിരിക്കുന്നു. കാരണം മഹാദേവപുരയിൽ ഫോം 6 ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ അത് നൽകാൻ ഞങ്ങളെ അനുവദിക്കുന്നില്ല. അതിനാൽ എത്ര കൂട്ടിച്ചേർക്കലുകളും നീക്കം ചെയ്യലുകളും ഉണ്ടായി എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. മഹാദേവപുരയിൽ ഫോം 6ൻ്റെ ദുരുപയോഗം മൊത്തം ക്രമക്കേടുകളുടെ ഏകദേശം 30% ആയിരുന്നുവെന്ന് ഞങ്ങൾ കണക്കാക്കുന്നു. അതിനാൽ
ഈ രണ്ടെണ്ണം ഏകദേശം 7 മുതൽ 10 ലക്ഷം വരെ കൂട്ടിച്ചേർക്കുമെന്ന് ഞങ്ങൾ കണക്കാക്കുകയാണ്. പക്ഷേ ഞങ്ങളുടെ പക്കൽ വ്യക്തമായ തെളിവില്ലാത്തതിനാൽ ഞങ്ങൾ അതിനെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. പക്ഷേ 25 ലക്ഷം വ്യാജമാണ്. അവർ നിലവിലില്ല, അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അല്ലെങ്കിൽ ആർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തതാണ് എന്നതിന് ഞങ്ങൾക്ക് വ്യക്തമായ തെളിവുകളുണ്ട്. ഹരിയാനയുടെ വലിയ ചിത്രം എന്താണ് സൂചിപ്പിക്കുന്നത്? മൊത്തം വോട്ടർമാർ 2 കോടി. മോഷണം വന്നിരിക്കുന്നത് 25 ലക്ഷം. ഉറപ്പിച്ചു പറയുന്ന സംഖ്യയാണ്, ഒരുപക്ഷെ അതിൽ കൂടുതലാകാം. അതായത് ഹരിയാനയിൽ 8-ൽ ഒരാൾ വ്യാജനാണ്. അത് 12.5% ഓർക്കണം. ഇത്രയൊക്കെ ഉണ്ടായിട്ടും കോൺഗ്രസ് പാർട്ടി തോറ്റത് വെറും 22,000 വോട്ടുകൾക്കാണെന്നോർക്കണം. വെറും 22,000. ഇതാ ഒരു ഉദാഹരണം. ഒരു വ്യാജ ഫോട്ടോ. ഒരു ഫോട്ടോ, ഒരു അസംബ്ലി, 100 വോട്ടുകൾ. ഈ സ്ത്രീക്ക് ഹരിയാനയിൽ 100 തവണ വോട്ട് ചെയ്യാം. എത്ര? 100 തവണ. അവർക്ക് തോന്നുകയാണെങ്കിൽ സൂം ചെയ്യൂ. എന്തുകൊണ്ടാണ് ഈ സ്ത്രീയെ 100 തവണ വോട്ട് ചെയ്യാൻ അനുവദിക്കുന്നത്? എന്തുകൊണ്ടാണ് ഒരു ചിത്രം 100 രേഖകളിൽ വരുന്നത്? ഇത് ഇടം സൃഷ്ടിക്കാനാണ്. ആർക്കും വോട്ട് ചെയ്യാൻ കഴിയുന്നതിനായി അവർ ഇടം സൃഷ്ടിക്കുകയാണ്. BJP ആളുകൾക്ക് വന്ന് വോട്ട് ചെയ്യാൻ കഴിയുന്നതിനായിട്ടാണ് ഇങ്ങനെ സൗകര്യമൊരുക്കുന്നത്. അവർക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് വോട്ട് ചെയ്യാം. ഇതെല്ലാം ഇടം സൃഷ്ടിക്കലാണ്. ഞാൻ ഇത് നിങ്ങൾക്ക് സംശയമില്ലാതെ തെളിയിച്ചു തരാൻ പോവുകയാണ്. നിങ്ങൾ ഈ മുറിയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ സത്യമാണെന്നും അതിലൊരു നുണ പോലുമില്ലെന്നും നിങ്ങൾ ഉറപ്പിച്ചു പറയും. അതെ, രാഹുൽ ഗാന്ധി പറഞ്ഞതെല്ലാം സത്യമായിരുന്നുവെന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുക തന്നെ ചെയ്യും. ആരെങ്കിലും ഒന്ന് കടന്നു വരാമോ? ദയവായി ഇങ്ങോട്ടേക്ക് വരൂ. 2 പേർക്ക് വരാം. എനിക്ക് നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. 2 മാധ്യമ പ്രവർത്തകർ വരും. ഇത് ഹരിയാനയിലെ ഒരു സ്റ്റാൻഡേർഡ് പോളിംഗ് ലിസ്റ്റാണ്. വരൂ. ഇതിൽ നിങ്ങൾക്ക് അസ്വാഭാവികമായി എന്തെങ്കിലും തോന്നുന്നുണ്ടോ? സൂമിൻ ചെയ്യൂ. അവിടെ ഒരേയാൾ 2 തവണ വന്നിരിക്കുന്നു. അമർജിത് കൗർ, 1-ലധികം പേര്. എവിടെയാണ് 1-ലധികം പേര്? അവിടെ പലരുടെയും വിവരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കിടക്കുന്നു. ഒരേ ഫോട്ടോകൾ, എന്നാൽ പല പല വ്യത്യസ്തമായിട്ടുള്ള വിവരങ്ങൾ. അവിടെ എന്തോ ക്രമക്കേട് നടന്നിട്ടുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഫോട്ടോ വ്യത്യസ്തമാണ്, ശരിയാണ്. തർവീന്ദർ സിംഗ്, 73 വയസ്സ്. ഫോട്ടോ പക്ഷേ ഒരു കുട്ടിയുടേതാണ്. നിങ്ങൾക്കിതിൽ അസ്വാഭാവികമായി എന്തെങ്കിലും തോന്നുന്നുണ്ടോ? അവിടെയൊക്കെ ഒരുപാട് ക്രമക്കേടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ വയസ്സും രൂപവുമെല്ലാം ഒരുപാട് ക്രമക്കേടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. വിക്രം സിംഗ്, അച്ഛൻ്റെ പേര് രൺ സിംഗ്, വീട്ടു നമ്പർ 76, വയസ്സ് 34. വിക്രം സിംഗ്, ഇവർ സ്ത്രീയാണോ പുരുഷനാണോ? സ്ത്രീയാണ്. 34 വയസ്സ് കാണിക്കുന്നു. പക്ഷേ കണ്ടാൽ 65-70 വയസ്സുള്ള പോലെ തോന്നുന്നു. ഇവർ 9 സ്ഥലങ്ങളിൽ വരുന്നു. 9 സ്ഥലങ്ങളിൽ. കുറച്ചുകൂടി കാണിക്കും. അവിടെയെല്ലാം ആകെ അട്ടിമറി നടന്നിരിക്കുകയാണ്. അതെ, മുഴുവൻ അട്ടിമറിയാണ്. അതിൽ കാണിച്ചിരിക്കുന്ന പലരും വീണ്ടും വീണ്ടും വരുന്നുണ്ട്. രൺദീപ് സിംഗ്, 80 വയസ്സ്. പക്ഷേ പല പല രൂപത്തിൽ പല പല വിവരങ്ങളാണ് കാണിക്കുന്നത്. സ്ത്രീയുടെ ചിത്രം ഒരുപാട് ആവർത്തിച്ചു വരുന്നുണ്ട്. പക്ഷേ പല പേരുകൾ, പല പ്രായം, പല വീട്ടു നമ്പർ എന്നിങ്ങനെ. നോക്കൂ, എത്രത്തോളം നമ്മൾ വിഡ്ഢികളായി എന്ന് നോക്കൂ. രൺദീപ് സിംഗ് 80 വയസ്സ്. 80 വയസ്സുള്ളവരുടെ ഫോട്ടോ സെയിം ചിത്രമാണ്, പക്ഷേ ഡാറ്റ വ്യത്യസ്തമാണ്. ഗുർമീത് സിംഗ്, ഒരു കുട്ടിയുടെ പേര്, വയസ്സ് 93. അവൻ്റെ വയസ്സ് 23. ഇത് ഹരിയാനയിലെ യഥാർത്ഥ പോളിംഗ് ലിസ്റ്റാണ്. പക്ഷേ ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം,
കൂടുതലും ആ സ്ത്രീയുടെ അതേ ചിത്രം വീണ്ടും വീണ്ടും വരുന്നു എന്നതാണ്. 104 വയസ്സ്, 75 വയസ്സല്ല, അത് വീട്ടു നമ്പറാണ്. വീട്ടു നമ്പർ 104. ഹർജിത് സിംഗ്, അവരുടെ വയസ്സ് 75 അല്ല, ഇവരൊക്കെ 104, 103, 103 വീട്ടു നമ്പറുകളിലാണ് താമസിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ഇത് എന്തിൻ്റെ ലിസ്റ്റാണ്? ഏത് തരത്തിലുള്ള ലിസ്റ്റാണ്? ഹരിയാന തലത്തിലുള്ള ലിസ്റ്റാണോ? അസംബ്ലി ലിസ്റ്റാണോ? ഇത് 2 പോളിംഗ് ബൂത്തുകളുടെ ലിസ്റ്റാണെന്ന് ഓർക്കണം. ഇവർ 2 പോളിംഗ് ബൂത്തുകളിൽ 223 തവണ പ്രത്യക്ഷപ്പെടുന്നു. അവർക്കിഷ്ടമുള്ളത്ര തന്നെ വോട്ട് ചെയ്യാം. അവർക്കിഷ്ടമുള്ള തവണ വോട്ടുകൾ ചെയ്യാം. ഇലക്ഷൻ കമ്മീഷൻ്റെ പക്കൽ അവർ എത്ര തവണ വോട്ട് ചെയ്തു എന്നതിൻ്റെ ഡാറ്റയുണ്ട്. ഞങ്ങൾക്കതിൻ്റെ ഏകദേശ ധാരണകളുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഞങ്ങൾക്ക് പറഞ്ഞു തരണം, പേരറിയാത്ത, വയസ്സറിയാത്ത, പക്ഷേ 2 ബൂത്തുകളിൽ 223 തവണ വരുന്ന ഈ സ്ത്രീ എത്ര തവണ വോട്ട് ചെയ്തുവെന്ന്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ഒരു ബൂത്തിൽ 223 തവണ ഉണ്ടായിരുന്നു. പിന്നീട് അവർ അത് 2 ബൂത്തുകളായി വിഭജിക്കാൻ തീരുമാനിച്ചു. ഇതാണ് ഇലക്ഷൻ കമ്മീഷൻ CCTV ദൃശ്യങ്ങൾ നശിപ്പിക്കാനുള്ള പ്രധാന കാരണം. അങ്ങനെ വന്നാൽ ഒരേ വ്യക്തിക്ക് പല തവണ വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നു എന്നത് കാണിക്കേണ്ടി വരും. അവർക്ക് സീമ എന്ന പേരിലും അവർക്കിഷ്ടമുള്ള ഏത് പേരിലും വോട്ട് ചെയ്യാം. ഇതാണ് ഏറ്റവും മോശം ഉദാഹരണം. ഹരിയാനയിൽ ഇതുപോലെ ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. 200 വോട്ടുകൾ, 50 വോട്ടുകൾ, 100 വോട്ടുകൾ, 150 വോട്ടുകൾ, ആർക്കും പോയി വോട്ട് ചെയ്യാം. എന്തിനാണ് അവർ ഇത് ചെയ്യുന്നത്? കാരണം അവർക്ക് അവരുടെ ഇടം സേഫ് ആക്കണം, അവരുടെ ഇടം സൃഷ്ടിക്കണം. അവർ ഇത് ചെയ്യുന്നതിൻ്റെ തെളിവെന്താണ്? അവർ CCTV റെക്കോർഡുകൾ നശിപ്പിക്കുന്നു. ഈ ബൂത്തിലെ CCTV റെക്കോർഡുകൾ ആവശ്യപ്പെട്ടാൽ ഈ ബൂത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് 100% അറിയാൻ കഴിയും. ഇവിടെയും അതേ ആശയം തന്നെ. വ്യാജ ഫോട്ടോകൾ, മങ്ങിയ ഫോട്ടോകൾ, പ്രവർത്തിക്കുന്ന രീതി വളരെ സമാനമാണ്. ലളിതമായ പേരുകൾ: സുൻ, മമത, ദുർഗ, സംഗീത, മഞ്ജു. പക്ഷേ മങ്ങിയ ഫോട്ടോ. ഒന്നിലധികം ബൂത്തുകളിൽ ഇവർ വരുന്നു. ഇതേ ഫോട്ടോയിൽ ഇവർ ബൂത്ത് നമ്പർ 20-ലും ബൂത്ത് നമ്പർ 27-ലും ബൂത്ത് നമ്പർ 24-ലും ബൂത്ത് നമ്പർ 116-ലും ഉണ്ട്. അതിനർത്ഥം ഇത് ബൂത്ത് തലത്തിലല്ല, ബൂത്ത് ലെവലിന് മുകളിലാണ് ചെയ്യുന്നത്. ഇനി ഡ്യൂപ്ലിക്കേറ്റുകളെ കുറിച്ച് ചർച്ച ചെയ്യാം. അവർ ഡ്യൂപ്ലിക്കേറ്റ് ഫോട്ടോകൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഒരു ബൂത്തിൽ 223 ഫോട്ടോകളാണ് കണ്ടെത്താൻ കഴിഞ്ഞത്. ഒരു അസംബ്ലിയിൽ ഒരേ ഫോട്ടോയുള്ള 100 കണക്കിന് ആളുകളുണ്ട്. ഒരേ രേഖ വീണ്ടും വീണ്ടും വരുന്നു. ഈ മാന്യൻ ബൂത്ത് 431-ൽ 14 തവണ വോട്ട് ചെയ്യുന്നു. ബൂത്ത് 58-ലും ബൂത്ത് 431-ലും അദ്ദേഹം വോട്ട് ചെയ്യുന്നു. ഈ വ്യക്തി രുദ്ര അഭിഷേക് ജെയിൻ ബൂത്ത് നമ്പർ 130-ലും 131-ലും വോട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരനും വോട്ട് ചെയ്യുന്നു. അവർക്ക് 18 വോട്ടുകളുണ്ട്. ഇലക്ഷൻ കമ്മീഷന് ഡ്യൂപ്ലിക്കേറ്റുകൾ ഒരു സെക്കൻഡിനുള്ളിൽ നീക്കം ചെയ്യാൻ കഴിയും. അവർ ചെയ്യേണ്ടത് ഇത്ര മാത്രം: ദയവായി ഒരേ ഫോട്ടോഗ്രാഫ് തിരിച്ചറിയുക. ഈ പറയുന്ന ഒരു ക്വയറി പ്രവർത്തിപ്പിക്കുക. അതിന് AI പോലും ആവശ്യമില്ല. അപ്പോൾ ഇതെല്ലാം ഞങ്ങൾക്ക് ലഭിച്ച അതേ ഫോട്ടോഗ്രാഫുകളാണെന്ന് നിങ്ങൾക്കറിയാൻ കഴിയും. ഒരേ പേര്, ഒരേ വിലാസം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി. ബൂം, അത് കഴിഞ്ഞു. 2 മിനിറ്റ്. അവർ അത് ചെയ്യുന്നില്ല. എന്നിട്ടും എന്തുകൊണ്ട്? കാരണം അവർ BJPയെ സഹായിക്കുന്നു, BJPയെ ഭയക്കുന്നു. ഇതാണ് ഏറ്റവും രസകരമായത്. BJP എന്താണ് ചെയ്യുന്നതെന്നതിൻ്റെ വ്യക്തമായ തെളിവാണിത്. ആയിരക്കണക്കിന് വോട്ടർമാർ, BJP നേതാക്കൾ ഉത്തർപ്രദേശിലും ഹരിയാനയിലും വോട്ട് ചെയ്യുന്നു. മിസ്റ്റർ ദാൽചന്ദ്, ഇദ്ദേഹം BJP സർപഞ്ചാണ്. മന്ത്രി ലക്ഷ്മി നാരായണൻ്റെ അടുത്തിരിക്കുന്നു. അത് UPയിലെ അദ്ദേഹത്തിൻ്റെ വോട്ടർ ID ആണ്. ഇത് ഹരിയാനയിലെ അദ്ദേഹത്തിൻ്റെ വോട്ടർ ID ആണ്. ഒരേ വ്യക്തി, അദ്ദേഹത്തിൻ്റെ മകൻ. തിരികെ പോവുക. അത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ മകൻ യശ്വീർ, ഇദ്ദേഹവും ഹരിയാനയിൽ വരുന്നു. UPയിൽ ഇരുന്നു കൊണ്ട് BJPക്ക് വേണ്ടി UPയിൽ വോട്ട് ചെയ്യുന്നു, BJPക്ക് വേണ്ടി ഹരിയാനയിൽ വോട്ട് ചെയ്യുന്നു. ഇതൊരു തെറ്റല്ല. എങ്ങനെ അറിയാം? കാരണം UPയിൽ അച്ഛൻ്റെ പേര് പ്രീതം സിംഗ്, ഇവിടെ അച്ഛൻ്റെ പേര് സഡൻലി ബാലകൃഷ്ണൻ എന്ന് മാറുന്നു. മകൻ അതേ തെറ്റ് ചെയ്യുന്നില്ല. മകൻ അച്ഛൻ്റെ പേര് അവിടെ മാറ്റുന്നു.
അതിനാൽ അച്ഛൻ്റെ കാര്യത്തിൽ അവർക്ക് മാറ്റാൻ കഴിഞ്ഞു, പക്ഷേ മകൻ്റെ കാര്യത്തിൽ അവർക്ക് തെറ്റി. യു പിയിലും ഹരിയാനയിലും വോട്ട് ചെയ്യുന്ന ഒരു BJP നേതാവുണ്ട്. ശക്തമായ ഉദാഹരണമായാണ് ഞങ്ങളിത് നിങ്ങൾക്ക് നൽകിയത്, ഇപ്പോൾ നൽകുന്നത്. യു പിയിലും ഹരിയാനയിലും വോട്ട് ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട്. അവരിൽ പലർക്കും BJPയുമായി ബന്ധമുണ്ട്. ഇതാ മറ്റൊരാൾ, മിസ്റ്റർ പ്രഹ്ലാദ്, മധുര ജില്ലയിലെ BJP സർപഞ്ച്. അദ്ദേഹം യു പിയിലുണ്ട്. ഇതാ ഹോദൽ, അസംബ്ലിയിൽ അദ്ദേഹം വോട്ട് ചെയ്യുന്നു. ഒരേ വ്യക്തി. ഇവിടെയും അച്ഛൻ്റെ പേര് ഒന്ന് തന്നെയാണ്, തോതാറാം. പ്രഹ്ലാദ്. ഇദ്ദേഹം ലക്ഷ്മി നാരായണൻ്റെ അനന്തരവനോടൊപ്പമാണ് നിൽക്കുന്നത്. ഇവ 2 or 3 ഉദാഹരണങ്ങളല്ല, ഇത്തരത്തിലുള്ള ആയിരക്കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. അവിടെ വലിയൊരു വിഭാഗം ആളുകളെ തിരഞ്ഞെടുക്കുകയും അവർക്ക് BJPയുമായി ബന്ധമുള്ളത് കൊണ്ട് യു പിയിൽ ഒരു വോട്ടറാകാനും, ഹരിയാനയിൽ ഒരു വോട്ടറാകാനും, മഹാദേവപുരയിൽ ഒരു വോട്ടറാകാനും, വാരണാസിയിൽ ഒരു വോട്ടറാകാനും അവസരം ലഭിക്കുകയും ചെയ്യുന്നു. ഇതാണ് ആ മാന്യൻ സംസാരിച്ച വ്യവസ്ഥ. ദാ ഒരു BJP നേതാവ്, നിങ്ങൾ ഇദ്ദേഹത്തെ കേൾക്കൂ, പറയുന്നത് കേൾക്കൂ. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജയിക്കാൻ വേണ്ടി വ്യാപകമായി ഞങ്ങൾ വോട്ട് ചേർക്കും. ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ നിന്നും ആൾക്കാരെ കൊണ്ടുവന്ന് 1 വർഷം താമസിപ്പിച്ച് വോട്ട് ചെയ്യിപ്പിക്കും. ഒരു സംശയമില്ല. കേട്ടോ, അദ്ദേഹത്തിന് അറിയാം. ഞങ്ങളത് തെളിയിച്ചു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി ഇത് കേൾക്കുക. ഇലക്ഷൻ കമ്മീഷണർ പറയുന്നു, വീട്ട് നമ്പർ 0 എന്നത് വീടില്ലാത്തവർക്കുള്ളതാണത്രേ. നോക്കൂ, ഞങ്ങളുടെ ഗൃഹപാഠം അത്രയധികം ആത്മാർത്ഥമായി ചെയ്യുന്നു. ഞങ്ങളിവിടെ സത്യമാണ് പറയുന്നത്. ഈ വ്യക്തി പറയുന്നതെല്ലാം ഞങ്ങൾ പരിശോധിക്കും. അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കള്ളത്തരങ്ങൾക്ക് മേൽ കള്ളത്തരമാണ്. നിങ്ങൾക്ക് കേൾക്കണോ ഇലക്ഷൻ കമ്മീഷൻ്റെ ബഹുമാനപ്പെട്ട ആ വ്യക്തി പറഞ്ഞത്? കേട്ടു നോക്കൂ. വീടില്ലാത്തവർക്ക് നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. പലർക്കും വീടില്ല, പക്ഷെ അവരുടെ പേര് വോട്ടർ പട്ടികയിൽ ഉണ്ടാകും. അവരുടെ വിലാസം എന്തായിരിക്കും? അവർ രാത്രി ഉറങ്ങാൻ വരുന്ന സ്ഥലമാണ് അവർക്ക് വിലാസമായി നൽകുന്നത്. കണ്ടോ, അവിടെ ഇരിക്കുന്ന ആർക്കും ഒരു താല്പര്യമില്ലാതെയാണ് ഇരിക്കുന്നത്. ആ സർദാർ ചെയ്ത് നോക്കൂ. അദ്ദേഹത്തിന് അറിയാം ഇയാൾ കള്ളം പറയുകയാണെന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, ചിലപ്പോൾ അങ്ങനെ വിലാസമില്ലാത്ത വ്യക്തികൾ, ചിലപ്പോൾ അവർ റോഡരികിലായിരിക്കും, ചിലപ്പോൾ അവർ ഒരു പാലത്തിനരികിലായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും വിളക്ക് ചൂട്ടിലായിരിക്കും. ചിലപ്പോൾ റോഡരികിൽ, ചിലപ്പോൾ പാലത്തിനടിയിൽ, ചിലപ്പോൾ വിളക്കുകാലിനരികിൽ. അതുകൊണ്ട് ഞങ്ങൾ വീട്ട് നമ്പർ 0 ചിട്ടയായി പരിശോധിച്ചു. വീട്ട് നമ്പർ 0 ഉള്ളവർ ശരിക്കും റോഡിലാണോ താമസിക്കുന്നത്, അവർക്ക് ശരിക്കും വീടില്ലാത്തവരാണോ എന്ന് നോക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതാ വീട്ട് നമ്പർ 0, മിസ്റ്റർ നരേന്ദ്രൻ. ഇത്തരത്തിൽ 100 കണക്കിന് ഉദാഹരണങ്ങളുണ്ട്. മിസ്റ്റർ നരേന്ദ്രൻ ഈ വീട്ടിൽ താമസിക്കുന്നു, പക്ഷേ ആ വീടിൻ്റെ നമ്പർ 0 നരേന്ദ്രനെ കണ്ടെത്താൻ ശ്രമിച്ചപ്പോൾ എന്താണ് പ്രശ്നമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. വീട്ട് നമ്പർ 0 ആയതുകൊണ്ട് ആർക്കും ആ വ്യക്തിയെ തിരിച്ചറിയാൻ കഴിയില്ല. വോട്ട് ചെയ്തു കഴിഞ്ഞാൽ അയാൾ പോയി. നിങ്ങൾക്ക് പോയി അയാളെ കണ്ടെത്താൻ കഴിയില്ല. ഇദ്ദേഹം ഞങ്ങൾ ക്രോസ് ചെക്ക് ചെയ്ത 100 കണക്കിന് ഉദാഹരണങ്ങളിൽ ഒരാൾ മാത്രമാണ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇന്ത്യയിലെ ജനങ്ങളോട് പരസ്യമായി കള്ളം പറയുകയാണ്. ഇതൊരു രീതിയായി മാറിയിരിക്കുകയാണ്. വോട്ടർമാരെയും വിലാസങ്ങളെയും കുറിച്ചുള്ള പരിശോധന ബുദ്ധിമുട്ടിക്കാനുള്ള ഒരു രീതി. ഇതൊരു തെറ്റല്ല. ഇത് വീടില്ലാത്തവരെ കുറിച്ചല്ല. അവരുടെ മുഖത്തും വസ്ത്രധാരണത്തിലും നോക്കിയാൽ അവർ വീടില്ലാത്തവരല്ലെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയും. ഇതാ മറ്റൊന്ന്, BJP നേതാവ്, വീട്ട് നമ്പർ 150. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 66 വോട്ടർമാർ താമസിക്കുന്നു. 66 ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പക്ഷേ യഥാർത്ഥത്തിൽ താമസിക്കുന്നില്ല. BJP നേതാവ്, പലവൽ ജില്ലാ പരിഷത്ത് വൈസ് ചെയർമാൻ, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് 66 വോട്ടർമാരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ അനുവദിച്ചിരിക്കുന്നു. അദ്ദേഹത്തെ മറന്നേക്കൂ. വീട്ട് നമ്പർ 265 പോകാം. ഒരു വീട് 500 വോട്ടർമാർ. എത്ര? 500 വോട്ടർമാർ. ഞങ്ങൾ അവരെ തിരഞ്ഞു പോയി, കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവർ നിലവിലില്ല. അവർ എവിടെയാണെന്നറിയില്ല. എന്തുകൊണ്ട്? കാരണം ഈ ആളുകൾ നിലവിലുണ്ടോ ഇല്ലയോ, എവിടെ വോട്ട് ചെയ്യുന്നു ഇല്ലയോ, എങ്ങനെ വോട്ട് ചെയ്തു എന്നൊന്നും നിങ്ങൾക്ക് പരിശോധിക്കാൻ ഒരു വഴിയുമില്ല. ഇതാ മറ്റൊന്ന്, വീട്ട് നമ്പർ 1904. ഒരു ചെറിയ വീട്, പക്ഷേ 108 വോട്ടർമാർ. വീണ്ടും ഞങ്ങൾ ഒരാളെ അയച്ചു, പരിശോധിച്ചു. അവിടെ അത്തരക്കാർ ആരും താമസിക്കുന്നില്ല. ഒരു നിയമമുണ്ട്, ഒരു വീട്ടിൽ 10-ലധികം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് വെരിഫിക്കേഷൻ നടത്തണം.
അതൊരു ഈസി നിയമമാണ്. ഇവിടെ 108 പേർ താമസിക്കുന്നു എന്ന് പറഞ്ഞ് ഗ്രൗണ്ട് വേരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ടോ? അവർ നിലവിലില്ല. ഈ BJP നേതാവിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ 66 വോട്ടർമാരുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അവർ അവിടെ താമസിക്കുന്നു പോലുമില്ല. അവിടെ ഗ്രൗണ്ട് വേരിഫിക്കേഷൻ ഇവർ നടത്തിയോ? ഈ 500 കേസുകളിൽ ഇത് ചെയ്തോ? ഇല്ല. അല്ലെങ്കിൽ അവർ ലിസ്റ്റിൽ ഉണ്ടാകുമായിരുന്നില്ല. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഫോമുകളിലേക്ക് പ്രവേശനമില്ല, പക്ഷേ ആളുകളിലേക്ക് പ്രവേശനമുണ്ട്. 3.5 ലക്ഷം ആളുകളെ വോട്ട് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ആരാണ് ഈ ആളുകളെന്ന് ഞങ്ങൾ പോയി കണ്ടെത്തി. ഊഹിക്കുക, അവരിൽ വലിയൊരു വിഭാഗം ഞങ്ങളുടെ വോട്ടർമാരാണ്. ഇതാ ചില ഉദാഹരണങ്ങൾ. വോട്ടർമാരുടെ വീഡിയോ സാക്ഷ്യപത്രങ്ങളാണ് കാണുന്നത്. അഞ്ജലി ത്യാഗി, റായി അസംബ്ലി, മലിക്പൂർ സ്വദേശി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു, പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോയപ്പോൾ വോട്ട് കട്ടായെന്ന് പറഞ്ഞു. വീണ്ടും അപേക്ഷിച്ചു. ജൂൺ അവസാനത്തോടെ വോട്ടർ കാർഡ് ലഭിച്ചു. മലിക്പൂർ സ്വദേശി. അനുജ്, രാഹുൽ, അവരുടെ ഭാര്യമാർ സാക്ഷി, സോണിയ എന്നിവരുടെ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കട്ട് ചെയ്തിരിക്കുന്നു. മലിക്പൂർ സ്വദേശി 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തു. 2025 വോട്ട് മോഷണം പോയിരിക്കുന്നു. സദാം ഹുസൈൻ, ഭാര്യ യാസ്മീൻ, ഞങ്ങൾ 2 പേരുടെയും വോട്ട് മോഷണം പോയി. രാംലാൽ, മലിക്പൂർ സ്വദേശി. MP തെരഞ്ഞെടുപ്പിൽ കുടുംബത്തിലെ എല്ലാവരുടെയും വോട്ടുണ്ടായിരുന്നു. ഈ തവണ മകൻ്റെ വോട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കട്ട് ചെയ്തു. ഇതാണ് ആ മാന്യൻ സംസാരിച്ച വ്യവസ്ഥ. ബ്രസീലിയൻ മോഡൽ. ഇടം സൃഷ്ടിക്കാൻ, ആർക്കും വോട്ട് ചെയ്യാൻ അനുവദിക്കാൻ വേണ്ടി ബ്രസീലിയൻ മോഡലിനെ വരെ കൊണ്ടുവന്നിരിക്കുന്നു. UP-യിലെ BJP നേതാക്കൾ, അനുയായികൾ. UP-യിലും ഹരിയാനയിലും വോട്ട് ചെയ്യാൻ അവസരം ലഭിക്കുന്നവരുടെ കാര്യമാണ് ഈ പറയുന്നത്. BJP നേതാക്കളും അവരുടെ അനുയായികളും. പിന്നെ മങ്ങിയ ഫോട്ടോഗ്രാഫുകൾ, നീക്കം ചെയ്ത വോട്ടർമാർ, വീട്ടു നമ്പർ 0. ഇനി വലിയ ചിത്രം, മാർജിൻ 22,000 വോട്ടുകൾ. വ്യാജ വോട്ടുകൾ എത്ര? 25 ലക്ഷം. ഇത്രയൊക്കെ കൊണ്ട് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പേ ഉണ്ടായിരുന്നില്ല എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഹരിയാനയിൽ നടന്നത് തെരഞ്ഞെടുപ്പല്ല, മോഷണമാണ്. മോഷണത്തിന് ആരാണ് ഉത്തരവാദിയെന്ന് വളരെ വ്യക്തമാണ്. ഈ മാന്യന്മാർ കോൺഗ്രസിന് ഹരിയാനയിൽ വിജയിക്കാൻ കഴിയില്ലെന്നുറപ്പാക്കാൻ BJP-യുമായി ഒത്തുകളിച്ചു. ഇലക്ഷൻ കമ്മീഷൻ പ്രധാനമന്ത്രിയുമായും ആഭ്യന്തരമന്ത്രിയുമായും പങ്കാളിത്തത്തിലാണ്. അവർ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ അടിത്തറയെ തകർത്തു. ഈ അവതരണത്തിൽ ഞങ്ങൾ പറഞ്ഞ ഒരൊറ്റ കാര്യത്തിന് പോലും 100% തെളിവില്ലാത്തതായി ഒന്നുമില്ല. ഞങ്ങൾ ഉപയോഗിച്ച എല്ലാ ഡാറ്റയും ഇലക്ഷൻ കമ്മീഷനിൽ നിന്നാണ്, അവരുടെ രേഖകളിൽ നിന്നാണ്, അവരുടെ വോട്ടർ പട്ടികയിൽ നിന്നാണ്. ഞങ്ങളത് പരിശോധിച്ച് ക്രോസ് ചെക്ക് ചെയ്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾക്ക് കാണിച്ചു തരികയാണ്. ഇതൊരു സംവിധാനമാണ് എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി ആവർത്തിച്ചു പറയുന്നു. ഇതിപ്പോൾ വ്യവസായവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഏത് സംസ്ഥാനത്തും ഇതിനുപയോഗിക്കാം. ബീഹാറിൽ നിന്നും ഞങ്ങൾക്ക് ചില ഉദാഹരണങ്ങളുണ്ട്. അവിടെയും വോട്ടർമാരെ നീക്കം ചെയ്തിരിക്കുന്നു. ഈ ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ വന്നിട്ടുണ്ട്. നമുക്ക് ആ ബഹുമാന്യരായ കുടുംബത്തെ വേദിയിലേക്ക് ക്ഷണിക്കാം. ദയവായി കടന്നു വരൂ. തുറന്നു പറയൂ. ഞാൻ ജമുയി ജില്ലയിലെ ധരംപൂർ സ്വദേശിയാണ്. ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരുടെയും പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തു. വോട്ട് ലിസ്റ്റിൽ പോയി നോക്കിയപ്പോൾ ഹാജരാക്കാതിരുന്നു എന്ന കാരണം എഴുതിയാണ് പേര് നീക്കം ചെയ്തിരിക്കുന്നത് എന്ന് കണ്ടത്. പക്ഷേ അങ്ങനെയല്ല സത്യം. സെപ്റ്റംബറിൽ ഞാൻ രേഖകളെല്ലാം സമർപ്പിച്ചതാണ്. 2 മാസത്തിന് ശേഷം വീണ്ടും ഞാൻ സമർപ്പിച്ചു. ബൂത്ത് ലെവൽ ഓഫീസർ എന്നെ സഹായിച്ചില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം ചെയ്യൽ ഒരു വലിയ ബുദ്ധിമുട്ട് എനിക്കുണ്ടാക്കി. കാരണം ഞാനൊരു വികലാംഗനാണ്. എനിക്ക് നടക്കാൻ കഴിയില്ല, എവിടെയും പോകാനും കഴിയില്ല. എന്നിട്ടും എൻ്റെ പേര് ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തത് എന്നെ വളരെ ബുദ്ധിമുട്ടിലാഴ്ത്തിയിരുന്നു. ഞാൻ ഒരുപാട് ദുഃഖിച്ചു. ഞാൻ ഹാജരാക്കാത്തത് കൊണ്ടാണ് നീക്കം ചെയ്തതെന്ന് പറഞ്ഞാൽ എനിക്ക് നടക്കാൻ കഴിയാത്തത് കൊണ്ട് പുറത്തു പോകാൻ കഴിഞ്ഞില്ല എന്നവർക്ക് അറിയാമായിരുന്നല്ലോ. എന്നിട്ടും അവർ ഇങ്ങനെയൊക്കെ ചെയ്തതിൽ
എനിക്ക് വലിയ വിഷമമുണ്ട് സർ. ഒരുപാട് നന്ദി. ഇതേ ഗ്രാമത്തിലെ ആളാണ് 187 പേരെ വോട്ടർ ലിസ്റ്റിൽ നിന്ന് നീക്കം ചെയ്തു. പുതിയ വോട്ടർമാരെ ചേർത്താൽ ആകെ 300-350 ആയിരിക്കും. 150 പുതിയ വോട്ടർമാരെ ചേർക്കേണ്ടതായിരുന്നു, പക്ഷേ ചേർത്തില്ല. ഇതാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ അവസ്ഥ. നന്ദി. നിങ്ങൾ ഞെട്ടിപ്പോയോ? ഞെട്ടിപ്പോയി അല്ലേ? ഇതാണ് സത്യം. ബ്രസീലിയൻ മോഡൽ ഹരിയാനയുടെ വോട്ടർ പട്ടികയിലുണ്ട്. ജനാധിപത്യ ഘടന പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം? നോക്കൂ, ഞങ്ങൾ ചെയ്യുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് വളരെ കാര്യഗൗരവത്തോടെ വ്യക്തമാക്കുക എന്നതാണ്. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം നിയമപരമായി സർക്കാരിലല്ല എന്ന് ഞങ്ങൾ ഇന്ത്യയിലെ ജനങ്ങളെ അറിയിക്കുകയാണ്. ഹരിയാന മുഖ്യമന്ത്രി നിയമപരമായി സർക്കാരിലല്ല, ഇത് മോഷ്ടിക്കപ്പെട്ടതാണ്. മഹാരാഷ്ട്ര സർക്കാരിൻ്റെ കാര്യത്തിലും ഇത് തന്നെയാണ്. നിയമപരമായ ഒരു സർക്കാരല്ല അവിടെയുള്ളത്. സന്ദേശം ഇതാണ്: ഇന്ത്യയിലെ ജൻസിക്കും യുവാക്കൾക്കും സത്യവും അഹിംസയും ഉപയോഗിച്ച് ജനാധിപത്യം പുനഃസ്ഥാപിക്കുവാൻ സാധിക്കും, സമാധാനപരമായി. പക്ഷേ ഒരു ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയുള്ള അവരുടെ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട്, ഒരു ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടി പോരാടിക്കൊണ്ട്, ഭരണഘടനയുടെയും ജനാധിപത്യത്തിൻ്റെയും ഈ മൊത്തത്തിലുള്ള മോഷണത്തെയും കൊലപാതകത്തെയും ചെറുത്തുകൊണ്ട് നിങ്ങൾക്ക് പോരാടാൻ സാധിക്കും. വോട്ടർ പട്ടികയുടെ സത്യസന്ധത രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തമല്ല. വോട്ടർ പട്ടിക തെറ്റാണെങ്കിൽ അതെൻ്റെ പ്രശ്നമല്ല. വോട്ടർ പട്ടികയുടെ സത്യസന്ധത ഉറപ്പുവരുത്തേണ്ടത് ഇലക്ഷൻ കമ്മീഷനാണ്. ഇത് തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയും, പക്ഷേ അന്തിമ അധികാരം ഇലക്ഷൻ കമ്മീഷനാണ്. പ്രശ്നം പരിഹരിക്കാനുള്ള ഭാരം പാർട്ടികളിൽ അടിച്ചേൽപ്പിക്കാൻ ഇലക്ഷൻ കമ്മീഷൻ ശ്രമിക്കുന്നു. ഞങ്ങൾക്ക് പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് പരിഹരിക്കണമെങ്കിൽ മുഴുവൻ ഡാറ്റാബേസും നൽകണം. ഞങ്ങൾ പ്രശ്നം പരിഹരിക്കും. പക്ഷേ നിങ്ങൾ ഞങ്ങൾക്ക് മുഴുവൻ ഡാറ്റാബേസും നൽകിയാൽ 2 മിനിറ്റിനുള്ളിൽ ഞാൻ പറയുന്നു, ഞങ്ങൾ എല്ലാ ഡ്യൂപ്ലിക്കേറ്റുകളും ഫോട്ടോകളും നീക്കം ചെയ്യും. പക്ഷേ അവർ അത് നൽകുന്നില്ല. വീഡിയോ പ്രൂഫ് പോലുമില്ല. വെബ്സൈറ്റിൽ ഫോട്ടോയും കാണിക്കുന്നില്ല. കാരണം വെബ്സൈറ്റിൽ ഫോട്ടോ കാണിച്ചാൽ അത് ബ്രസീലിയൻ സ്ത്രീയാണെന്ന് അറിയാൻ കഴിയും. അതുകൊണ്ട് ഇത് ഞങ്ങളുടെ ജോലിയല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങളുടെ ജോലി തെരഞ്ഞെടുപ്പിൽ പോരാടുക എന്നതാണ്. തെരഞ്ഞെടുപ്പ് ന്യായമാണെന്ന് ഉറപ്പാക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ്റെ ജോലിയാണ്. നോക്കൂ, ഞങ്ങളിത് ചെയ്യുന്നു. ഇതിനെക്കുറിച്ച് അവബോധം കൊണ്ടുവരുന്നു. ഞങ്ങൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണിച്ചു തരുന്നു. ഹരിയാനയിലെ യുവാക്കൾക്ക്, ഹരിയാനയിലെ ജനങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ കാണിച്ചു തരുന്നു. ഇതിനു മുമ്പ് ഹരിയാനയിൽ ഇത് ആർക്കും അറിയില്ലായിരുന്നു. ഞങ്ങൾ ഈ ഉറച്ച തെളിവാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന, പ്രിയപ്പെട്ട ഭരണഘടനയെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഇത് ദേശസ്നേഹത്തിൻ്റെ ഒരു ഉദ്യമമാണെന്ന്, ഒരു കർത്തവ്യമാണെന്ന് ഞാൻ കരുതുന്നു. ഒരു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നതാണ് എൻ്റെ ഒന്നാമത്തെ പ്രാഥമിക കടമ. അതാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. अब ये प्रेस वार्ता समाप्त कर रहे हैं. इससे पहले राष्ट्रगान होगा, नेशनल एंथम. प्लीज अपने अपने स्थान पे खड़े हो जाइए नेशनल एंथम के लिए. राष्ट्रगान के लिए अपने अपने स्थान पर खड़े हो जाइए.